ഹലോ. കുരുമുളക് വ്യാപാരത്തിനായി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെത്തിയ ഇംഗ്ലീഷുകാർ ഒരു നൂറ്റാണ്ടിനിടെ ഈ നാടിൻ്റെ ആധിപത്യം പിടിച്ചെടുത്ത ചരിത്രത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ഈ പുറകെ കാണുന്ന ഈ കോട്ട. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് തലശ്ശേരി കോട്ടയുടെ ചരിത്രവും അതിൻ്റെ കാഴ്ചകളുമൊക്കെയാണ്. അപ്പോൾ വെൽക്കം ടു സോൾ ഓഫ് എർത്ത്, മൈസെൽഫ് ഷെരീഫ്. പണ്ടത്തെ പീരങ്കിയുടെ ഭാഗങ്ങളാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ എല്ലാം ഇവിടുന്ന് മറ്റു പല മ്യൂസിയങ്ങളിലേക്കൊക്കെ മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. ഈ കോട്ടയുടെ ചരിത്രം പറയുന്നത് ഇംഗ്ലീഷുകാർ കേരളത്തിലെ വ്യാപാരത്തിനായി 2 സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തത്. തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങും അതുപോലെ മലബാർ ഭാഗത്ത് ഈ തലശ്ശേരിയുമാണ്. അങ്ങനെ 1708 അവർ വ്യാപാര ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പണ്ടകശാലയാണ് പിന്നീട് ഈ നാടിൻ്റെ ഗതിയൊക്കെ നിയന്ത്രിക്കുന്ന, ഭരണമൊക്കെ പിടിച്ചെടുക്കുന്നതിൻ്റെ കേന്ദ്രമായി മാറിയത്. അങ്ങനെ 1708 ഇംഗ്ലീഷുകാർ പണിത കോട്ടയാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിന് തീരത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 തുരങ്കങ്ങളാണ് പണി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു തുരങ്കം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്ത് മറ്റു വശത്തുകൊണ്ടൊരു തുരങ്കം. ഇതിൽ കൂടി കടൽ വഴി രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ഇത് പണിതെന്നാണ് ഇവിടെ ആളുകളൊക്കെ പറയുന്നത്. ഈ കാണുന്നത് ജയിൽ മുറികളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഈ കോട്ടയുടെ പിറകുവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറി കാണുന്ന സംവിധാനം അല്ലാതെ, പക്ഷേ എന്നിരുന്നാലും വളരെ നന്നായിട്ട് തന്നെ ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ. ഈ കോട്ട ഒരുപാട് ചരിത്രപരമായ സംഘർഷങ്ങൾക്ക് വേദിയായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് കേന്ദ്രമായി പ്രവർത്തിച്ച ഫ്രഞ്ചുകാരും ഈ തലശ്ശേരി കോട്ട കേന്ദ്രമായി പ്രവർത്തിച്ച ഇംഗ്ലീഷുകാരും തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷത്തിലായിരുന്നു. ഒരുപക്ഷെ ഇംഗ്ലീഷുകാരുടെ ആ യുദ്ധപാടവത്തിന് മുമ്പിൽ ഫ്രഞ്ചുകാർക്ക് തോക്കേണ്ടി വന്നു എന്നതുകൊണ്ടാണ് ഇന്നും ഈ കോട്ട ഇങ്ങനെയൊക്കെ നിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ചതുരാകൃതിയിൽ പണിഞ്ഞിട്ടുള്ള ഈ കോട്ട അറബിക്കടലിൻ്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം ഉണ്ടായാൽ ഈ കോട്ടയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അവർക്ക് കടൽ വഴി രക്ഷപ്പെടാനൊക്കെയുള്ള മാർഗം അവർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ 2 തുരങ്കങ്ങളും ഈ കടലിലോട്ടാണ് വഴി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും.
പിന്നെ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഈ ഇംഗ്ലീഷുകാർ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം നമ്മുടെ ഈ കടലിന് അടുത്തുള്ള മൈതാനമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് രണ്ടാമത്തെ തുരങ്കമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിലൂടെ രക്ഷപ്പെടാൻ കടൽ മാർഗ്ഗം രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, ആർക്കും അങ്ങനെ പ്രവേശനമില്ല. അതിപ്പം വളരെ അതിശയകരമായിട്ടാണ് ഈ കോട്ടയൊക്കെ പണിഞ്ഞിരിക്കുന്നത്. ഏകദേശം 10 മീറ്ററിലധികം ഹൈറ്റ് ഈ കോട്ടയ്ക്കുണ്ട്. ഈ കോട്ടയുടെ ചുറ്റും ഇങ്ങനെ ഈ പീരങ്കികളൊക്കെ വെക്കാനുള്ള ഈ ഒരു സംവിധാനം ചെയ്തിട്ട് ഈ കൊത്തളങ്ങൾ എന്നാണ് ഈ സ്ഥലമൊക്കെ അറിയപ്പെടുന്നത്. ഭടന്മാർക്ക് ഒളിച്ചിരിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങളാണിതെല്ലാം. എല്ലാ കോട്ടകളും ചില പിടിച്ചടക്കലുകളുടെയൊക്കെ ചരിത്രം പറയുന്നവയാണ്. പിടിച്ചടക്കിയ വസ്തുക്കളും വകകളും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കോട്ടകളൊക്കെ കെട്ടി അവർ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്, എല്ലാ വിദേശികളും പ്രത്യേകിച്ച്. പക്ഷേ നമ്മളെ ഈ തലശ്ശേരി കോട്ടയിൽ ഈ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പരിമിതികളൊക്കെ ഇവിടെ നേരിടുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ. ഈ കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തലശ്ശേരി ടൗണിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കോട്ടയിലെ ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. നേരത്തെ അത് മണ്ണെണ്ണ വെച്ചൊക്കെ ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം സോളാറായി മാറിയിട്ടുണ്ട്. ഈ കോട്ടയുടെ ചരിത്രത്തിലേക്കുള്ളൊരു ചെറിയ എത്തിനോട്ടം മാത്രമാണ് നമ്മൾ നടത്തിയത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.